നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിലെ ഇപ്പോഴത്തെ വിവാദങ്ങൾ ഭരണവീഴ്ചകൾ മറച്ചുവെക്കാൻ സർക്കാരും സിപിഎമ്മും ഉണ്ടാക്കുന്നതാണെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. ജീവനക്കാരും പെൻഷൻകാരും ആശങ്കപ്പെടുന്ന കാലഘട്ടം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലെന്നും വി.കെ. ശ്രീകണ്ഠൻ. പാലക്കാട്ട് കെ.എസ്.എസ്.പി.എ ജില്ലാ സമ്മേളനം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. സംസ്ഥാന വ്യാപകമായി ജനുവരി 27 മുതൽ റേഷൻ കടകൾ അടച്ചിടുമെന്നും സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി. മാരക മയക്കുമരുന്നുമായി 3 ഓങ്ങല്ലൂർ സ്വദേശികൾ തൃത്താല എക്സൈസിന്റെ പിടിയിൽ. 4.459 ഗ്രാം മെത്താഫെറ്റാമിനുമായി മൂവരും പിടിയിലായത്. ഞാങ്ങാട്ടിരി കക്കാരാത്തുപടി കമ്പനിപ്പടിയിൽ എക്സൈസിന്റെ വാഹന പരിശോധനയ്ക്കിടെ. കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്നും ആരാണ് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയതെന്നും അന്വേഷിച്ചു വരികയാണെന്ന് എക്സൈസ് അധികൃതർ. ഒറ്റപ്പാലത്തെ പെട്രോൾ പമ്പ് ആക്രമണം നടത്തി തൊഴിലാളികളെ പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയുമായി ഒറ്റപ്പാലം പോലീസ് തെളിവെടുപ്പ് നടത്തി. റഷ്യൻ പട്ടാളത്തിലേക്ക് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട പരാതിയിൽ കൊടകര പോലീസ് കേസെടുത്തു. NFSA ഗോഡൌൺ തൊഴിലാളികളുടെ ശമ്പളം അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന് ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ആവശ്യമുന്നയിച്ച് പാലക്കാട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ റീജിയണൽ ഓഫീസിലേക്ക് തൊഴിലാളികളുടെ പ്രതിഷേധ മാർച്ച്. അടിയന്തര നടപടിയുണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് യൂണിയൻ നേതാക്കൾ. പൂക്കാലത്തിന്റെ വസന്തമൊരുക്കി മലമ്പുഴയിലെ പുഷ്പമേളയ്ക്ക് ജനുവരി 16 തുടക്കമാകും. പുഷ്പമേളയ്ക്കായി ഒരുക്കിയിരിക്കുന്നത് കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള ഹൈബ്രിഡ് ഉൾപ്പെടെ 1.5 ലക്ഷത്തോളം ഇനങ്ങൾ. മേള സമാപിക്കുക ജനുവരി 22. മായനൂർ പാലത്തിന് 14ാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ജനുവരി 22 സ്നേഹസംഗമം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ കവിതയുടെ കാർണിവൽ 8ാം പതിപ്പിന് ജനുവരി 17 തുടക്കമാകും. ഇത്തവണ കവിതയുടെ കാർണിവൽ സംഘടിപ്പിക്കുന്നത് 3 ദിവസങ്ങളിലായി. കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഇടം പിടിക്കാതെ പോയ സാംസ്കാരിക സ്വത്വങ്ങളെക്കുറിച്ച് ചർച്ചയ്ക്കും സംവാദത്തിനും വിധേയമാക്കുകയാണ് ഇത്തവണത്തെ കാർണിവലിൽ ലക്ഷ്യമിടുന്നതെന്ന് സംഘാടകർ. വാർത്തകൾ വിശദമായി. കേരളത്തിലെ വിവാദങ്ങൾ ഭരണവീഴ്ചകൾ മറച്ചുവെക്കാൻ സർക്കാരും സിപിഎമ്മും ഉണ്ടാക്കുന്നതാണെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. ജീവനക്കാരും പെൻഷൻകാരും ആശങ്കപ്പെടുന്ന കാലഘട്ടം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നും വി.കെ. ശ്രീകണ്ഠൻ. പാലക്കാട് കെ.എസ്.എസ്.പി.എ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തികം കേന്ദ്രം അനുവദിക്കുന്നില്ലെന്നത് യാഥാർത്ഥ്യമാണെങ്കിലും കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കിയത് സർക്കാരിന്റെ ധൂർത്തും കെടുകാര്യസ്ഥതയുമാണ്. എല്ലാം തനിക്കും തന്റെ കുടുംബത്തിനും എന്ന നിലയിലാണ് മുഖ്യമന്ത്രിയുടെ ഭരണം. എക്സാലോജിക്കിലായാലും കരിമണലിലായാലും പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ സത്യമാണെന്ന് തെളിയുകയാണ്. IAS-ലും IPS-ലും തമ്മിലടിയാണ്. പേഴ്സണൽ സ്റ്റാഫുകൾക്കില്ലാത്ത സാമ്പത്തിക നിയന്ത്രണമാണ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഏർപ്പെടുത്തിയത്. ആനുകൂല്യങ്ങൾ സർക്കാരിന്റെ ഔദാര്യമല്ല, ജീവനക്കാരെയും പെൻഷൻകാരെയും വിശ്വാസത്തിലെടുക്കാൻ UDF-ന് കഴിയുമെന്നും MP പറഞ്ഞു. അരാജകത്വത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. പാവപ്പെട്ട തൊഴിലാളികളുടെ പേര് പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും അധപ്പതിച്ച രൂപമാണ് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ രൂപത്തിലും പിണറായി വിജയന്റെ രൂപത്തിലും ഇവിടെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സർവശക്തിയും എടുത്ത് പോരാട്ടം നടത്തേണ്ട സമയമാണ്. അതിനുള്ള ഏറ്റവും നല്ല സമയമാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ പാവപ്പെട്ടവർ 7 വർഷമായി ഒരു കൂരയ്ക്ക് വേണ്ടി, ഒരു വീടിന് വേണ്ടി അപേക്ഷയുമായിട്ട് പഞ്ചായത്ത് ഓഫീസുകളിലേക്ക് പോകുന്നു. 50% വികസന ഫണ്ട് വെട്ടിക്കുറച്ചിരിക്കുക. പ്ലാൻ ഫണ്ട് ഇല്ല, വികസന പ്രവർത്തനമില്ല, നിർമ്മാണ പ്രവർത്തനങ്ങളില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല. നമുക്കറിയാം, അധ്യാപകരുടെ കാര്യം എടുത്ത് നോക്കിയാൽ ഉച്ചക്കഞ്ഞിക്ക് പോലും കുട്ടികൾക്ക് വകയില്ലാത്ത സ്ഥിതിയാണ്. R. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുഖ്യപ്രഭാഷണം നടത്തി. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ, സംഘടനാ നേതാക്കളായ P. ബാലൻ, V. രാമചന്ദ്രൻ, V. മുരളി, R. രാജൻ, V. A. ലത്തീഫ്, C. വേലായുധൻ, P. ഭക്തവത്സലൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. റഷ്യൻ പട്ടാളത്തിലേക്കുള്ള മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട പരാതിയിൽ കൊടകര പോലീസ് കേസെടുത്തു. കൂലി പട്ടാളത്തിൽ നിന്നും മോചിതനായ കൊരട്ടി സ്വദേശി സന്തോഷിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. തൊഴിൽ തട്ടിപ്പിന് ഇരയാക്കി എന്ന് കാണിച്ചാണ് പരാതി നൽകിയത്. തൃശൂർ സ്വദേശി സുമേഷ് ആന്റണിയെ പ്രതിയാക്കിയാണ് കൊടകര പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. റഷ്യൻ കൂലി പട്ടാളത്തിൽ ചേർന്ന തൃശൂർ കുട്ടനല്ലൂർ സ്വദേശി കഴിഞ്ഞ ദിവസം ഉക്രൈൻ-റഷ്യ യുദ്ധമുഖത്ത് വെച്ച് കൊല്ലപ്പെട്ടിരുന്നു. നേരത്തെ മറ്റൊരു തൃശൂർ സ്വദേശിയും സമാനമായി യുദ്ധമുഖത്ത് കൊല്ലപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മാരക മയക്കുമരുന്നുമായി ഓങ്ങല്ലൂർ സ്വദേശികൾ തൃത്താല എക്സൈസിന്റെ പിടിയിൽ. ഞാങ്ങാട്ടിരി കക്കാരത്തുപടി കമ്പനിപ്പടിയിൽ വാഹന പരിശോധനയിലാണ് 4.459 ഗ്രാം മെത്താഫെറ്റാമിൻ മയക്കുമരുന്നുമായി 3 പേർ പിടിയിലായത്. കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും ആരാണ് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയതെന്നും എക്സൈസ് അന്വേഷിച്ചു വരികയാണ്. തൃത്താല എക്സൈസിന്റെ നേതൃത്വത്തിൽ ഞാങ്ങാട്ടിരി കാക്കരത്തുപടി കമ്പനിപ്പടിയിൽ നടത്തിയ വാഹന പരിശോധനയിൽ മാരക മയക്കുമരുന്നുമായി ഓങ്ങല്ലൂർ സ്വദേശികളായ 3 പേരാണ് പിടിയിലായത്. വാവത്തങ്ങാടി വീട്ടിൽ മുഹമ്മദ് ഹാരിസ്, കോഴിപ്പുറത്ത് വീട്ടിൽ നൌഷാദ്, കൊർലക്കാട്ടിൽ വീട്ടിൽ മുഹമ്മദ് ഫാഹിസ്
എന്നിവരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്നും 4.459 ഗ്രാം മെത്താഫെറ്റമിൻ മയക്കുമരുന്ന് കണ്ടെത്തി. പ്രതികൾ സഞ്ചരിച്ചിരുന്ന മാരുതി സ്വിഫ്റ്റ് കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മയക്കുമരുന്ന് സംഭവത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അന്വേഷിച്ച് വരുന്നതായി തൃത്താല എക്സൈസ് ഇൻസ്പെക്ടർ GM മനോജ് കുമാർ പറഞ്ഞു. എക്സൈസ് കമ്മീഷണർ വൈഷു സാറിന്റെ നേതൃത്വത്തിൽ രാത്രികാല വാഹന പരിശോധന കർശനമായതിന്റെ അടിസ്ഥാനത്തിൽ മേഴത്തൂർ കാക്കരാത്തുപടി റോഡിൽ വാഹന പരിശോധന നടത്തിവരവെ KL 52 S വാഹനത്തിന്റെ KL 52 S 3368 എന്ന വാഹനത്തിൽ 4.459 ഗ്രാം MDMA കടത്തി വന്ന കുറ്റത്തിന് ഈ പ്രതികളായ 3 ആളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. രാത്രികാല ബാക്കി പ്രതികളെ കുറിച്ചുള്ള അന്വേഷണം ഊർജിതമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യുവാക്കൾക്കിടയിൽ ലഹരി മരുന്നിന്റെ വിതരണം നടത്താൻ ഇവർക്ക് ആരാണ് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയത് എന്നതിനെക്കുറിച്ചും ഊർജിത അന്വേഷണം ആരംഭിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ S സുരേഷ്, ഗ്രേഡ് AEIമാരായ S സിഞ്ചു, G സന്തോഷ് കുമാർ, E ജയരാജ്, പ്രിവന്റീവ് ഓഫീസർമാരായ VP മഹേഷ്, അഹമ്മദ് സുധീർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ P അരുൺ, EV അനീഷ്, ഹരിപ്രസാദ്, C ആരതി, അനുരാജ് എന്നിവരാണ് റെയ്ഡിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. ജനുവരി 27 മുതൽ സംസ്ഥാന വ്യാപകമായി റേഷൻ കടകൾ അടച്ചിടുമെന്നും സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി. സമരത്തിന്റെ മുന്നോടിയായി പാലക്കാട് താലൂക്ക് സമ്മേളനം സംഘടിപ്പിച്ചു. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, ഡയറക്റ്റ് പേയ്മെന്റ് സിസ്റ്റം നടപ്പിലാക്കുവാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കുക, കേന്ദ്ര സർക്കാർ പൊതുവിതരണത്തെ തകർക്കുന്ന നടപടികളിൽ നിന്നും പിന്മാറുക, വ്യാപാരികളുടെ വേതനം അതത് മാസം നൽകുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി സർക്കാരിന്റെ സഹായത്തോടുകൂടി കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല കടയടപ്പ് സമരം നടത്തുന്നത്. താലൂക്ക് സ്പെഷ്യൽ കൺവെൻഷൻ AKRRDA സംസ്ഥാന ജനറൽ സെക്രട്ടറി T മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. 18,000 രൂപ കിട്ടുന്ന ഒരു വ്യാപാരി എന്താ സ്ഥിതി? 2 കുടുംബം ജീവിക്കണം. വെറുതെ സമരത്തിന് വേണ്ടിയുള്ള ഒരു സമരത്തിനല്ല നമ്മൾ നാളെ 17,000 പോകുന്നത്. ജീവിക്കാനുള്ള കടവാടക, സെയിൽസ്മാന്റെ ശമ്പളം എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ ബാക്കി ഉണ്ടാകുക? നമുക്കൊന്നും ബാക്കിയില്ല. ഇപ്പൊ കരാറുകാരൻ സമരത്തിലാണ്. കരാറുകാരന് 3 മാസം പൈസ കിട്ടാനുണ്ട്. നമുക്ക് 3 മാസം പൈസ കിട്ടാനുണ്ടാകുമ്പോൾ 1 മാസം കിട്ടും. ഇത് ഈ വകുപ്പിനോട് എന്താണ് ഈ ഗവൺമെന്റിനുള്ള എന്താ പറയാ? ഞാൻ ഭാഷ പറയുന്നത്. ചടങ്ങിൽ പാലക്കാട് താലൂക്ക് പ്രസിഡന്റ് VP രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് VP ജയപ്രകാശ്, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി KM അബ്ദുൽ സത്താർ, ജില്ലാ ജനറൽ സെക്രട്ടറി A കൃഷ്ണൻ, നേതാക്കളായ H റാഫി, PM അബ്ദുൽ നാസർ, S ഗണേശൻ, M രവീന്ദ്രൻ, V കൃഷ്ണനുണ്ണി, നവാസ് മങ്കര എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പെട്രോൾ ബോംബ് ആക്രമണം നടത്തി തൊഴിലാളികളെ പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയുമായി ഒറ്റപ്പാലം പോലീസ് തെളിവെടുപ്പ് നടത്തി. സംഭവശേഷം രക്ഷപ്പെടാൻ ഉപയോഗിച്ച ബൈക്ക് നിർത്തിയിട്ട ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും വാണിവിലാസിനിയിലെ സംഭവസ്ഥലത്തും എത്തിച്ചാണ് പോലീസ് തെളിവുകൾ ശേഖരിച്ചത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ 2:30 ചുനങ്ങാട് വാണിവിലാസിനിയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന് നേരെ പെട്രോൾ ബോംബേറ് ഉണ്ടായത്. വീട് നിർമ്മാണത്തിനെത്തിയ 2 തൊഴിലാളികൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. സംഭവത്തിൽ പിടിയിലായ 34-കാരൻ മനയങ്കത്ത് നീരജുമായാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. തൊഴിലാളികൾ തന്നെ കളിയാക്കുന്നു എന്ന് ധരിച്ചാണ് നീരജ് ആക്രമണത്തിന് മുതിർന്നതെന്ന് പോലീസ് പറഞ്ഞു. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന് മുന്നിൽ 6 തൊഴിലാളികളാണ് കിടന്നുറങ്ങിയിരുന്നത്. ഇവർക്കു നേരെയായിരുന്നു പെട്രോൾ ബോംബ് ആക്രമണം. ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ ശ്രമിച്ച തൊഴിലാളികളായ ജിതിനും ബാലനും നേരെ പ്രതി കത്തിവീശി കുതറി ഓടിയതിനാൽ ഇവർ 2 പേരും രക്ഷപ്പെട്ടു. ആക്രമണം നടത്തിയ ശേഷം പ്രതി നീരജ് തന്റെ ബൈക്കെടുത്ത് കയ്യിലുണ്ടായിരുന്ന കത്തി സമീപത്തെ വളപ്പിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ബൈക്ക് നിർത്തിയിട്ട് കൊച്ചിയിലേക്ക് തീവണ്ടി കയറി. കൊച്ചിയിലുള്ള സുഹൃത്തുക്കളെ ബന്ധപ്പെടാനാകാതെ വന്നപ്പോൾ അവിടെ നിന്നും കോയമ്പത്തൂർ പോത്തന്നൂരിൽ എത്തുകയായിരുന്നു. ഇതിനിടെ ഒറ്റപ്പാലം പോലീസ് പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. പ്രതിയുടെ സുഹൃത്തുവലയങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പോത്തന്നൂരിൽ എത്തിയ അന്വേഷണ സംഘമാണ് നീരജിനെ കസ്റ്റഡിയിലെടുത്തത്. അക്രമത്തിന് ഉപയോഗിച്ച കത്തിയും രക്ഷപ്പെടാൻ ഉപയോഗിച്ച ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ കവിതയുടെ കാർണിവൽ ജനുവരി 17, 18, 19 തീയതികളിലായി ക്യാമ്പസിൽ വെച്ച് നടക്കും. കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഇടം പിടിക്കാതെ പോയ സാംസ്കാരിക സ്വത്വങ്ങളെ ചർച്ചയ്ക്കും സംവാദത്തിനും വിധേയമാക്കുകയാണ് ലക്ഷ്യമെന്ന് സംഘാടകർ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉദ്ഘാടന വേളയിൽ കവി സച്ചിദാനന്ദനെ ആദരിക്കും.
അകം ഏകം അനേകം എന്ന പ്രമേയത്തിൽ പട്ടാമ്പി സംസ്കൃത കോളേജ് സംഘടിപ്പിക്കുന്ന കവിതയുടെ കാർണിവൽ ജനുവരി 17, 18, 19 തീയതികളായി ക്യാമ്പസിൽ വെച്ച് നടക്കും. കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഇടം പിടിക്കാതെ പോയ സാംസ്കാരിക സ്വത്വങ്ങളെ ചർച്ചയ്ക്കും സംവാദത്തിനും വിധേയമാക്കുകയാണ് ലക്ഷ്യമെന്ന് സംഘാടകർ പറഞ്ഞു. സ്ത്രീ വിമോചകർ, ദളിത് ആക്ടിവിസ്റ്റുകൾ, പാരമ്പര്യ കലാ അവതാരകർ തുടങ്ങി വിവിധ മേഖലയിലുള്ളവർ കവിതാ കാർണിവലിൻ്റെ ഭാഗമാവും. ഭാഷ, സൗന്ദര്യശാസ്ത്രം, സാഹിത്യം, കല എന്നിവ രൂപപ്പെടുന്ന വേദികളിൽ തദ്ദേശവും അസ്പർശവുമായി മാറ്റി നിർത്തപ്പെട്ടവയും കഴിഞ്ഞ ഫ്രണ്ട്ഷിപ്പ്, സംഭവവികാസങ്ങൾ, കവിതയിലെ സ്വാധീനം എന്നിവ വിശകലനത്തിന് വിധേയമാവും. ഉദ്ഘാടനവേളയിൽ കവി സച്ചിദാനന്ദനെ ആദരിക്കും. മലയാളനാട് കാർണിവൽ പുരസ്കാരം വെയിലും നിഴലും മറ്റു കവിതകളുമെന്ന കവിതാ സമാഹാര രചയിതാവ് സുജീഷിന് നൽകും. 2500-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കവിതാ കാർണിവലിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കവികൾ പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു. ഈ മനുഷ്യരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു 2 സെഷനുകൾ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഡിസേബിൾഡ് ആയ ആളുകളുടെ മേഖലയിൽ, കലാമേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നപ്പോൾ ഉദാഹരണമായിട്ട് സെറിബ്രൽ പാൾസിയൊക്കെ ഉണ്ടായിരുന്ന സംവിധായകൻ, ഇപ്പോൾ അദ്ദേഹം കളം അറ്റ് 24 എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ സംവിധാനം ചെയ്യേണ്ടത്, അദ്ദേഹമായിട്ട് സമാപന സംഭാഷണം നടത്തുന്ന രാകേഷ് കൃഷ്ണൻ എന്ന് പറയുന്ന ഈ ഡിസേബിൾഡ് ആയ വ്യക്തിയാണ്. ഈ കാർണിവൽ ഉദ്ഘാടനം ചെയ്യുന്നത് പൊറാട്ട് കലാകാരനായിട്ടുള്ള മണ്ണൂർ ചന്ദ്രനാണ്. നമ്മുടെ പാലക്കാട് ജില്ലയിലെ തന്നെ ഒരു കലാരൂപമാണ്. അപ്പോൾ ജാതിക്കെതിരായ വലിയ വിമർശനം ഉന്നയിക്കുന്ന പൊറാട്ടിലെ ഒരു പാട്ടിന്റെ ഭാഗം അവതരിപ്പിച്ചുകൊണ്ടാണ് കാർണിവൽ ഉദ്ഘാടനം ചെയ്യുന്നത്. പാലക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ HK സന്തോഷ്, കൺവീനർ MR അനിൽകുമാർ, കവി PP രാമേന്ദ്രൻ, PL ലതിക, സതീശൻ പുതുമന എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. NFSA ഗോഡൌൺ തൊഴിലാളികളുടെ ശമ്പളം അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന് ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ റീജിയണൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് റീജിയണൽ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. പ്രതിഷേധ യോഗം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. വലിയൊരു സമരത്തിലേക്ക് പോവാതെ ഒരു നടപടി സ്വീകരിക്കാനുള്ള തീരുമാനം നിങ്ങളുടെ ഭാഗത്തുനിന്ന്, RMO ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് ഈ സമരത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ഇവിടെ തൊഴിലാളികൾ വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത്. ആ പ്രയാസമില്ലാതെക്കാൻ നിങ്ങൾക്കിപ്പോ ഒരു മാസം ശമ്പളം മുടങ്ങിയാൽ എന്തായിരിക്കും? കേരളം ആളിക്കത്തില്ലേ അല്ലേ? DA മുടങ്ങിയതിനാണല്ലോ നമുക്ക് നല്ല തിരിച്ചു കുത്തിയത്. ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പില് DA കൊടുത്തില്ല പറഞ്ഞിട്ടാണ് കുറെ വോട്ട് അങ്ങോട്ട് പോയത്. സർക്കാർ DA യഥാർത്ഥത്തിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയ ഒരു ഗവൺമെന്റാണ് ആര്? പിണറായി ഗവൺമെന്റ്, തോമസ് ഐസക്കിന്റെ കാലത്ത്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് TM ശശി അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് PN മോഹനൻ, യൂണിയൻ ജില്ലാ ട്രഷറർ B വിജയൻ, KT ഉദയകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പൂക്കാലത്തിന്റെ വസന്തമൊരുക്കി മലമ്പുഴയിലെ പുഷ്പമേളയ്ക്ക് ജനുവരി 16-ന് തുടക്കമാവും. കേരളത്തിന് അകത്തും പുറത്തുനിന്നുമുള്ള ഹൈബ്രിഡ് ഉൾപ്പെടെ 1.5 ലക്ഷത്തോളം ഇനങ്ങളാണ് പുഷ്പമേളയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. ജനുവരി 22-ന് പുഷ്പമേള സമാപിക്കും. ജലസേചന വകുപ്പും DTPCയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പുഷ്പമേളയ്ക്ക് കഴിഞ്ഞ വർഷം വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. സന്ദർശകരെ ഉൾക്കൊള്ളുവാനും പുഷ്പമേള വർണ്ണാഭമാക്കാനുമുള്ള ശ്രമങ്ങൾ അധികൃതർ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. ആഫ്രിക്കൻ, ഫ്രഞ്ച് മേരിഗോൾഡ്, വിവിധയിനം ചെണ്ടുമല്ലികൾ, റോസുകൾ, ബോഗൺവില്ല, ഡാലിയ, സാലിയ, ആസ്റ്റർ വിൽഗുൾപ്പെടെ പുഷ്പങ്ങളുടെ വൈവിധ്യങ്ങളാണ് മേളയിൽ ഇടം പിടിക്കുന്നത്. പുല്ല്, കമ്പി, പാഴ്വസ്തുക്കൾ എന്നിവ കൊണ്ട് നിർമ്മിച്ച പക്ഷികൾ, മൃഗങ്ങൾ എന്നിവയുടെ രൂപങ്ങൾ വേറിട്ട നയനാനുഭൂതിയാണ്. തോണിയും തോണിക്കകത്തെ ആമ്പൽപ്പൂവും സന്ദർശകരെ സ്വീകരിക്കും. പാലക്കാടിൻ്റെയും കേരളത്തിൻ്റെയും പ്രകൃതി ഭംഗി ആസ്വദിക്കാമെന്നതും പുഷ്പമേളയുടെ പ്രത്യേകതയാണ്. പുഷ്പമേളയിലൂടെ കഴിഞ്ഞ വർഷം ലഭിച്ച 50 ലക്ഷം രൂപയുടെ കളക്ഷൻ ഇക്കുറി മറികടക്കുമെന്നാണ് അധികൃതരുടെ പ്രത്യാശ. ജനുവരി 16-ന് ആരംഭിക്കുന്ന പുഷ്പമേള ജനുവരി 22-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മായനൂർ പാലത്തിന് 14ാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ജനുവരി 22-ന് സ്നേഹസംഗമം സംഘടിപ്പിക്കും. സംഘാടകർ മായനൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. പാലത്തിനു സമീപം പ്രത്യേകം തയ്യാറാക്കിയ നാരായണ സ്ക്വയറിൽ വൈകിട്ട് 5 മണിക്ക് K രാധാകൃഷ്ണൻ MP, MLA UR പ്രദീപ്, ഒറ്റപ്പാലം MLA K പ്രേംകുമാർ, സിനിമാ സംവിധായകൻ അനിൽ രാധാകൃഷ്ണൻ, മറ്റു രാഷ്ട്രീയ നേതാക്കൾ, സാമൂഹ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്ത് സംസാരിക്കും.
തുടർന്ന് മ്യൂസിക്കൽ ഷോ, മ്യൂസിക്കൽ ഇവന്റ്, വിവിധ വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങ് എന്നിവ ഉണ്ടാകുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ ചെയർമാൻ അമ്പിളി പുഴയോരം, കൺവീനർ പി പ്രശാന്തി, ട്രഷറർ ടി മോഹനൻ, കെ ഷീന, ആർ വിശ്വനാഥൻ, ടി ഗോകുലൻ, കൊച്ചുകുട്ടൻ, കെ ജയപ്രകാശ് എന്നിവർ പറഞ്ഞു. 2011 ജനുവരി 22-ന് വെബ്സൈറ്റ് 14ാമത് വാർഷികമാണ് ജനുവരി 22-ന് ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 22-നും സംയുക്തമായി പാലത്തിൻ്റെ വാർഷികാഘോഷം നടത്തുകയുണ്ടായി. വാർഷികാഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ആലത്തൂരിൻ്റെ എംപിയും മായന്നൂർ പാലത്തിൻ്റെ ശില്പിയുമായ സഖാവ് കെ രാധാകൃഷ്ണനാണ്. അതുപോലെ തന്നെ അതിൽ പങ്കുചേരുന്നത് നമ്മുടെ ചേലക്കര നിയോജകമണ്ഡലം MLA ആയിട്ടുള്ള ശ്രീ UR പ്രദീപ്, അതുപോലെ തന്നെ ഒറ്റപ്പാലം മുൻ MLA M ഹംസ, അതുപോലെ ഒറ്റപ്പാലത്തെ നിലവിലെ MLA ആയിട്ടുള്ള ശ്രീ പ്രേംകുമാർ, അതുപോലെ ചലച്ചിത്ര സംവിധായക രംഗത്ത് പ്രവർത്തിക്കുന്ന അനിൽ രാധാകൃഷ്ണ മേനോൻ തുടങ്ങിയവർ അണിനിരക്കുന്ന ചടങ്ങിൽ കലാപരിപാടികളോടുകൂടി പരിപാടി വളരെ വിപുലമായി നടത്താൻ വേണ്ടി സംഘാടക സമിതി തീരുമാനിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSSന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലിയും സാമൂഹ്യ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ഷൊർണൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. ഇങ്ങനെയൊരു ലഹരി വിരുദ്ധ പ്രചരണത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ഈ സമൂഹം ഇന്ന് ഒരു പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി പൈസ എത്രയും സമൂഹത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പൈസ മറ്റ് രീതികളിൽ പോവാതിരിക്കാൻ ഇങ്ങനെയുള്ള ബോധവൽക്കരണം അത്യാവശ്യമാണ്. കൂടാതെ വീടുകളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഈ മറ്റ് കുടുംബങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹം മറ്റ് പ്രവൃത്തികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു കുഴപ്പമാണ്. അത് ഈ ലഹരി കൊണ്ടുണ്ടാവുന്ന ആപത്തുകൾ സമൂഹത്തിൽ വീടുകൾ ഒറ്റപ്പെടുന്നുണ്ട്, മാനസികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സ്കൂൾ മുറ്റത്തു നിന്നും ആരംഭിച്ച റാലി ഷൊർണൂർ ടൗണിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ, വിവിധ കലാപരിപാടികൾ എന്നിവയിലൂടെ സാമൂഹിക ബോധവൽക്കരണം നടത്തി. ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് കൗൺസിലർ പ്രവീൺ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ഹസീന അഷറഫ്, സെന്റ് തെരേസ് പ്രിൻസിപ്പൽ സിമി, അലി, NSS പ്രോഗ്രാം ഓഫീസർ അൽഫോൺസ് സെബാസ്റ്റ്യൻ, അധ്യാപകരായ ജിഷ, അശ്വതി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ വാണിയംകുളത്ത് പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ഗിരിജ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ടാണ് നമ്മൾ ഈ അവസ്ഥ വരുന്നത്, നമ്മൾ എന്ത് ചെയ്യണം? ഒരാൾ ഒറ്റയ്ക്ക് പോയിട്ട് ഒരു കാര്യം പറഞ്ഞാൽ നടക്കും. 10 ആൾ മുമ്പ് വിലവല്ലേ, 100 ആളായ വലിയ വിലവല്ലേ, 1000 ആളായാലോ? അപ്പോൾ സംഘടനയുടെ കീഴിൽ തൊഴിലാളികൾ അണിനിരന്നുകൊണ്ട് ഒറ്റക്കെട്ടായി വന്നുകൊണ്ട് ഈ നമ്മുടെ പ്രശ്നങ്ങൾ ഉയർത്തുമ്പോൾ അതൊരു ബലമാണ്, നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. അങ്ങനെയാണ് പ്രക്ഷോഭ സമരങ്ങളിലെല്ലാം നമുക്ക് തൊഴിലാളികളുടെ പങ്കാളിത്തം വേണമെന്ന് നമ്മൾ പറയുന്നത്. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KP സുധീർ അധ്യക്ഷനായി. CPIM AA കമ്മിറ്റി അംഗങ്ങളായ K ഭാസ്കരൻ, K ഗംഗാധരൻ, ലോക്കൽ സെക്രട്ടറിമാരായ TV ഭാസ്കരൻ, K കൃഷ്ണകുമാർ, യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സുജിത് P രാജ്, ജില്ലാ കമ്മിറ്റി അംഗം P ബാലൻ, U പ്രതീഷ്, കുഞ്ഞലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള സ്ക്രാപ്പ് മെർച്ചന്റ്സ് അസോസിയേഷൻ KSMA പട്ടാമ്പി മേഖലാ സമ്മേളനവും കുടുംബസംഗമവും വാടാനംകുറിശ്ശിയിൽ നടന്നു. ഓങ്ങല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് ഉദ്ഘാടനം ചെയ്തു. സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഉണ്ടായിരുന്നു. കേരള സ്ക്രാപ്പ് മർച്ചന്റ്സ് അസോസിയേഷൻ KSMA പട്ടാമ്പി മേഖലാ സമ്മേളനവും കുടുംബസംഗമവും വാടാനംകുറിശ്ശി MTS കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുനരുപയോഗം ഏത് രൂപത്തിലാവണമെന്ന് വ്യക്തമായ ധാരണയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവോ ഇല്ലാതെ ഇരുന്ന ഒരു സാഹചര്യത്തിലാണ് കേരള സ്ക്രാപ്പ് മർച്ചൻ്റ് അസോസിയേഷൻ രൂപീകൃതമാവുകയും
അതിന് വ്യക്തമായ ഒരു ദിശാബോധവും അത് ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുക എങ്ങനെയാണെന്ന് നമ്മുടെ സമൂഹത്തിനും അതോടൊപ്പം അത് ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ തങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ ഒരു സംവിധാനവും അതിൽ കൂടി നല്ല ദീർഘവീക്ഷണത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ പട്ടാമ്പി മേഖലയിൽ നിന്ന് രൂപം കൊണ്ടത് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് മുഹിനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആസിഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുത്തുമൗലവി സംഘടനാ വിശദീകരണം നടത്തി. മൊയ്തു പോക്കുപടി മുഖ്യപ്രഭാഷണം നടത്തി. കെ ഷാജു ആരോഗ്യ ബോധവൽക്കരണവും ഷാജാൻ ഹാജി മെമ്പർഷിപ്പ് വിതരണവും അർജുൻ വിനായക് ID കാർഡ് വിതരണവും നടത്തി. നാസർ കൊണ്ടൂർക്കര റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആലിക്കുട്ടി ഹാജി, റഷീദ്, ഷംസു, അസീസ്, സുജീഷ്, നിസാർ തുടങ്ങിയവർ സംസാരിച്ചു. അലിമോൻ സ്വാഗതവും ഏന്ത്യൻകുട്ടി ഹാജി നന്ദിയും പറഞ്ഞു. നേരത്തെ സമ്മേളനത്തിന്റെ ഭാഗമായി KT അലി ഹാജി പതാക ഉയർത്തി. വൈകിട്ട് കുടുംബസംഗമവും സംഘടിപ്പിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി രാവിലെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. അപകടത്തുരുത്തായി കോട്ടായി അയ്യങ്കുളം വാവുള്ളിയാൽ റോഡ്. അടുത്ത കാലത്തായി വാഹനാപകടങ്ങളിൽ നിരവധി ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞത്. അടിയന്തര നടപടികൾ വേണമെന്ന് കോട്ടായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മോഹൻകുമാർ ആവശ്യപ്പെട്ടു. പാലക്കാട് പൂടൂർ കോട്ടായി റൂട്ടിൽ ഓടന്നൂർ അയ്യംകുളം വാവുള്ളിയാൽ വരെ നേർ റോഡായതിനാൽ ഈ മേഖല അപകടത്തുരുത്തായതായി പരക്കെ ആക്ഷേപമുണ്ട്. അടുത്ത കാലത്തായി വാഹനാപകടങ്ങളിൽ നിരവധി ജീവനുകളാണ് ഇവിടെ നഷ്ടമായത്. കാര്യമായ വളവും തിരിവുമില്ലാത്ത നേർ റോഡായതിനാൽ വാഹനങ്ങൾക്ക് ഈ ഭാഗമെത്തിയാൽ അതിവേഗതയാണെന്ന് മുമ്പേ ആക്ഷേപമുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിലായി 2 പേർ ഇവിടെ വാഹനാപകടത്തിൽ മരിച്ചു. അയ്യംകുളം മുതൽ വാവുള്ളിയാൽ വരെ പൊതുവെ റോഡ് വീതി കുറവാണ്. തെരുവ് വിളക്കുമില്ല. നിരന്തരം അപകടം നടന്നിട്ടും റോഡ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ബന്ധപ്പെട്ടവർ ഇതുവരെയും ഒരു നടപടിയും എടുത്തിട്ടില്ലെന്നും പനയമ്പാടം പോലെ കൂട്ടമരണങ്ങളുണ്ടായാലേ ശ്രദ്ധിക്കൂ എന്നതാണ് അവസ്ഥയെന്നും പൊതുമരാമത്ത് വകുപ്പും ഗതാഗത വകുപ്പും അടിയന്തരമായി ഇവിടെ വാഹനാപകടം കുറയ്ക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും കോട്ടായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ മോഹൻകുമാർ ആവശ്യപ്പെട്ടു. വാവുള്ളിയാൽ വരെ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ മരണപ്പെട്ട ആളുകളുടെ എണ്ണം 10-ൽ കൂടുതലാണ്. അതിൽ കൂടുതൽ ആളുകളാണ് അപകടത്തിൽപ്പെട്ട് പാരലൈസ്ഡായിട്ട് കിടക്കുന്ന ആളുകൾ. നിരവധി തവണ അധികാരികളുടെ ശ്രദ്ധയിൽ ഈ റോഡിന്റെ വിഷയപ്പെടുത്തിയിട്ടും ഇന്ന് വരെ യാതൊരു നടപടിയും എടുത്തില്ല. കഴിഞ്ഞ ഈ വർഷം തന്നെ, ഇപ്പോൾ ഈ ജനുവരി തുടങ്ങിയ ശേഷം തന്നെ 2 പേർ, ഒരു അഹമ്മദ് കുട്ടി എന്ന ആളും അതുപോലെ തന്നെ സുലൈമാൻ എന്ന ആളും 2 പേരും അവിടെ നടക്കുന്ന അപകടത്തിൽ കൊല്ലപ്പെട്ടു. നിരവധി തവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും ചെയ്യാത്ത കാര്യങ്ങൾ സത്വര നടപടിയെടുത്ത് ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ പനയമ്പാടത്ത് സംഭവിച്ച പോലുള്ള ഒരു കൂട്ടമരണം ഇവിടെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപകടമേഖലാ ബോർഡുകൾ സ്ഥാപിക്കുക, രാത്രികാല റിഫ്ലക്ഷനുകൾ സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങളും സർക്കാർ നടപ്പാക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ കോട്ടായി. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ചെറുമുണ്ടശ്ശേരി 10ാം വാർഡിൽ ഉൾപ്പെട്ട ആശുപത്രിപ്പടി പണ്ടാരത്തൊടി റോഡിന്റെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. 2 സൈഡ് കൂട്ടിമുട്ടിച്ച് വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഇടപെടൽ തന്നെയാണ് അതിന്റെ കാരണം. അത് പ്രദേശവാസികളുടെ, അത് അതിനോട് ആവശ്യമുള്ള ആൾക്കാർ. ഇപ്പോൾ ഇവിടെ അമ്പലപ്പാറ ആശുപത്രി പണ്ടാരത്തൊടി റോഡ് എന്ന് പറയുമ്പോൾ ഇനി കുറച്ച് ദൂരം കൂടി, ഇപ്പോൾ വന്ന ഉടനെ പറഞ്ഞു ഇത്രയും ഫണ്ട്, കുറച്ചുകൂടി ഫണ്ട് കിട്ടാണെച്ചാൽ അത് നമുക്ക് പൂർത്തീകരിക്കാമെന്ന് വേണു പറയാണ്ട. ഇത് നമ്മൾ നോക്കട്ടെ, നമുക്ക് നമ്മുടെ ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച്. നേരെ മറിച്ച് ഈ റോഡ് ഇപ്പോൾ ആൾക്കാർക്ക് മാത്രമല്ല, ഇപ്പോൾ ഇവിടെ രാധാകൃഷ്ണൻ സൂചിപ്പിച്ചു, ഹോസ്പിറ്റലിൽ തന്നെ ഇവിടെ ഒരു വഴി വെച്ച് കഴിഞ്ഞാൽ വളരെയധികം നമുക്ക് അവിടേക്ക് അടക്കം സൗകര്യം ഉണ്ടാവും. നമ്മുടെ നാടിന്റെ വികസനം പറഞ്ഞാൽ പറയാതിരിക്കാൻ കഴിയില്ല. ഒട്ടനവധി പ്രവർത്തനങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞങ്ങളുടെ ഇപ്പോൾ 4 വർഷം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഈ 4 വർഷക്കാലത്തിനിടയ്ക്ക് ചെയ്തതായ ഒട്ടനവധി പ്രവർത്തനങ്ങളുണ്ട്. വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി മുഹമ്മദ് കാസിം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഒറ്റപ്പാലം ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. എ സാദിഖ് നന്ദി പറഞ്ഞു. പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും 2,30,000 രൂപ ചിലവഴിച്ചാണ് റോഡ് കോൺക്രീറ്റ് പൂർത്തീകരിച്ചത്. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ സംരംഭക സഭ സംഘടിപ്പിച്ചു. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വ്യവസായ കേന്ദ്രം, ഒറ്റപ്പാലം താലൂക്ക് വ്യവസായ ഓഫീസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് സഭ സംഘടിപ്പിച്ചത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിലാണ് സംരംഭക സഭ സംഘടിപ്പിച്ചത്. ലോൺ, ലൈസൻസ്, സബ്സിഡി മേള എന്നിവയെക്കുറിച്ച് വിശകലനം ചെയ്യുന്നതിനാണ് സഭ സംഘടിപ്പിച്ചത്. വ്യവസായ വാണിജ്യ വകുപ്പ്, പാലക്കാട് ജില്ലാ വ്യവസായ കേന്ദ്രം, ഒറ്റപ്പാലം താലൂക്ക് വ്യവസായ ഓഫീസ് എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു സഭ. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ശശികുമാർ അധ്യക്ഷയായി. പ്രിയ പ്രശാന്ത്, പുഷ്പലത, TV മമ്മു, വൈശാഖ്, ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വൈദ്യുതി കണക്ഷൻ സംരംഭകർ ശ്രദ്ധിക്കേണ്ടത് എന്ന വിഷയത്തിൽ KSEB സബ് എഞ്ചിനീയർ രജീഷ് വിഷയാവതരണം നടത്തി. സംരംഭങ്ങളും ഗ്രാമപഞ്ചായത്ത് നടപടിക്രമങ്ങളും എന്ന വിഷയത്തിൽ ഹെഡ് ക്ലർക്ക് ബിന്ദുവും വിഷയാവതരണം നടത്തി. സംരംഭകർക്ക് വ്യവസായ വകുപ്പ് നൽകുന്ന പദ്ധതികളും സേവനങ്ങളും എന്ന വിഷയത്തിൽ പട്ടാമ്പി ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ VS സുഹൈലും വിഷയാവതരണം നടത്തി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച് പഴയലക്കിടി മർഹമ പാലിയേറ്റീവ് കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വിളംബര ജാഥ നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം സുഹ്റ ഉദ്ഘാടനം ചെയ്തു. മർഹമ കേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥയിൽ പ്ലക്കാർഡുമേന്തി SPC വിദ്യാർത്ഥികളും പൊതുപ്രവർത്തകരും ജീവകാരുണ്യ പ്രവർത്തകരും പങ്കാളികളായി. പാലിയേറ്റീവ് കെയർ ചെയർമാൻ ഷംസുദ്ദീൻ പത്രിപ്പാല അധ്യക്ഷത വഹിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA ഷൌക്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി. നൌഷാദ് മുഹിയുദ്ദീൻ, K ഫൈസൽ, CB നസീർ, റഹീമ, റസാഖ്, മൗണ്ട് സീന അധ്യാപകരായ മല്ലിക, നദീറ, P മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു. മൺമറഞ്ഞുപോയ പ്രിയപ്പെട്ട ജാഫർ അലിക്ക, അതുപോലെ തന്നെ പ്രിയപ്പെട്ട റഹീംക്ക അടക്കമുള്ള ആളുകൾ അവരുടെ ആ കാലത്തുള്ള നിതാന്ത ജാഗ്രതയുടെ ഭാഗമായി ഈ മർഹമ പാലിയേറ്റീവ് കെയറിനെ ശൈശവത്തിൽ തന്നെ നശിച്ചു പോകുമായിരുന്ന ഒരു സംഘമായിരുന്ന മർഹമയെ കൈപിടിച്ചുയർത്തുകയും ജില്ലയിലുടനീളം ഇത് പരിചയപ്പെടുത്തുകയും നമ്മുടെ പഞ്ചായത്തിനപ്പുറത്ത് നമ്മുടെ നാടിൻ്റെ അപ്പുറത്തേക്ക് ജില്ലയിൽ എല്ലാ ഭാഗങ്ങളിലേക്കും ഇത് വ്യാപിപ്പിച്ച് കൊണ്ടുപോകുവാനുമൊക്കെ അവരുടെ പ്രയത്നത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് പാലക്കാട് ജില്ലയിലെ ഒരുവിധം പഞ്ചായത്തുകളിലൊക്കെ ഇന്ന് മർഹമ പാലിയേറ്റീവ് കെയർ പോലെയുള്ള പാലിയേറ്റീവ് കെയർ സംവിധാനം വന്നിട്ടുണ്ട്. മൗണ്ട് സീന സ്കൂളിലെ SPC വിദ്യാർത്ഥികളും പഴയലക്കിടി GSBSലെ സോഷ്യൽ സർവീസ് വിദ്യാർത്ഥികളും പാലിയേറ്റീവ് കേന്ദ്രം ജീവനക്കാരും വിളംബര ജാഥയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പഞ്ചായത്തിലെ പാലിയേറ്റീവ് അംഗങ്ങൾക്കായി ഏകദിന ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. രാവിലെ മണ്ണൂരിൽ നിന്നും പുറപ്പെട്ട സംഘത്തിന് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും കുടുംബ ആരോഗ്യവകുപ്പും ചേർന്ന് യാത്രയയപ്പ് നൽകി. പാലിയേറ്റീവ് അംഗങ്ങളും കൂട്ടിരിപ്പുകാരും ആരോഗ്യവകുപ്പും ജനപ്രതിനിധികളുമടക്കം 70ഓളം പേർ യാത്രയിൽ പങ്കെടുത്തു. നെല്ലിയാമ്പതിയിലേക്കാണ് ഉല്ലാസയാത്ര നടത്തിയത്. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്തിന്റെ തീരുമാനിച്ചിരിക്കുകയാണ്. നെല്ലിയാമ്പതിയിലേക്കാണ് ഉല്ലാസയാത്ര തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെന്താ പറഞ്ഞാൽ പാലിയേറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ കിടപ്പ് രോഗികൾക്ക് വളരെയധികം പരിചരണവും അതുപോലെ തന്നെ അവർക്ക് സ്നേഹ സാന്ത്വനവും നമുക്ക് ഈ പാലിയേറ്റീവിൽ നൽകാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളും അതിൻ്റെ മുന്നത്തെ വർഷവും എല്ലാം തന്നെ ഇതുപോലെ ഉല്ലാസയാത്ര കൊണ്ടുപോയിട്ടുണ്ടായി. അപ്പോൾ ഈ വർഷവും നമ്മുടെ ഈ ഭരണസമിതിയുടെ അവസാനത്തെ ഒരു ഉല്ലാസയാത്രയാണ്. എന്തായാലും ഇനി അടുത്ത വർഷം പുതിയ ഭരണസമിതി വന്ന് ആ പുതിയ ഭരണസമിതിയാണ് ഇനി കൊണ്ടുപോവുക. എന്തായാലും ഈ നമ്മൾ ഈ ഉല്ലാസയാത്രയ്ക്ക് കുറേ ആളുകളുടെ സ്പോൺസർഷിപ്പോടു കൂടിയാണ് നമ്മളിത് കൊണ്ടുപോകുന്നത്. നമുക്ക് പാലിയേറ്റീവ് എന്ന് പറയുമ്പോൾ PMC എന്നതിൽ നമുക്കായ കുറച്ച് ഫണ്ടാണുള്ളത്. അപ്പോൾ എന്തായാലും കുറേ ആളുകൾ സഹകരിച്ചുകൊണ്ടാണ് നമുക്കത് ഭക്ഷണവും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. എന്തായാലും വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബീബ്, ഡോക്ടർ ലസിത, പഞ്ചായത്ത് അംഗങ്ങളായ PC സുമ, AK ജയശ്രീ, ഹുസൈൻ ഷഫീഖ്, VM അൻവർ സാദിഖ്, സുജിത് കുമാർ, ഷഫീന നജീബ്, സുനിത, സരിത, ഹെൽത്ത് ഇൻസ്പെക്ടർ ശർമ്മ, പഞ്ചായത്ത് അംഗം റജുല ടീച്ചർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, ആശാവർക്കർമാർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ കാരക്കാട് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിറമാല മഹോത്സവവും അവിൽ നിവേദ്യവും ആരംഭിച്ചു. ആഘോഷ പരിപാടികൾ ഫെബ്രുവരി 12-ന് അവസാനിക്കും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് വില്ലുമംഗലം സ്വാമിയാർ തുടങ്ങിവെച്ചതാണ് ഈ വഴിപാട്. വർഷങ്ങൾക്ക് മുൻപ് ഒരു മകരമാസത്തിൽ സ്വാമിയാർ രാത്രി ക്ഷേത്രത്തിലെത്തുകയും സമീപത്തുള്ള വാര്യത്ത് ചെന്ന് കൈകൊട്ടി വിളിച്ച് അത്താഴത്തിന് എന്തെങ്കിലും വേണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ വാര്യർ അവിൽ, നാളികേരം, ശർക്കര എന്നിവ നൽകുകയും ചെയ്തു. ഇത് ഭഗവാന് നിവേദിച്ചു വാര്യത്തേക്ക് ഒരു ഓഹരി കൊടുത്തതിനു ശേഷം അദ്ദേഹം കഴിക്കുകയും ചെയ്തു. പിന്നീട് എല്ലാ മകരമാസത്തിലും അവിൽ വഴിപാട് ക്ഷേത്രത്തിൽ നടത്തിവരുന്നു. ഭക്തജനങ്ങളുടെ ജന്മനക്ഷത്രത്തിൽ ഈ വഴിപാട് ഇന്നും നടത്തിവരുന്നുണ്ട്. അവിൽ നിവേദിച്ച ശേഷം ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അവിൽ പ്രസാദമായി നൽകി വരുന്നുണ്ട്. അവിൽ വാങ്ങിയതിനു ശേഷം ഭക്തർ അയ്യപ്പന്റെ നടയിലും ആൽമരച്ചുവട്ടിലും ആർപ്പ് വിളിക്കും.
സ്വാമിയാർ കൈകൊട്ടി വിളിച്ചതിന്റെ സ്മരണയ്ക്കായി കൈകൊട്ടൽ ചടങ്ങിന് ശേഷമാണ് അവിൽ നിവേദിക്കുക. ക്ഷേത്രത്തിലെ വെളുത്ത ഷഷ്ടി ഫെബ്രുവരി 1-നും തൈപ്പൂയം ഫെബ്രുവരി 11-നും ആഘോഷിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പൻ ക്ഷേത്ര ഉത്സവത്തിന് കൊടിയേറി. ആഘോഷ പരിപാടികൾക്ക് ജനുവരി 21-ന് സമാപനമാകും. രാത്രി 8-ന് തന്ത്രിമാരായ ബ്രഹ്മശ്രീ ശ്രീധരഞ്ചുമരത്തുമന ദിവാകരൻ നമ്പൂതിരിപ്പാട്, ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറെടുത്തുമന ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റം. ചടങ്ങിൽ ട്രസ്റ്റി ബോർഡ് അംഗങ്ങൾ, ജീവനക്കാർ, നിരവധി ഭക്തജനങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഉത്സവ കലാസമിതിയുടെ ഉദ്ഘാടനം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ വേണുഗോപാലൻ മാസ്റ്റർ നിർവഹിച്ചു. തുടർന്ന് പട്ടാമ്പിയിലെ ജനകീയ ഡോക്ടറായ രേഖയുടെ മോഹിനിയാട്ടവും അരങ്ങേറി. നിരവധി ആസ്വാദകർക്ക് നവ്യാനുഭൂതിയായി മോഹിനിയാട്ടം. ഒരു നേരമെങ്കിലും കാണാതെ വൈകുന്നേ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യണിൽ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം. പട്ടാമ്പി ശ്രീശങ്കര നൃത്ത തപോവനത്തിന്റെ നേതൃത്വത്തിലുള്ള നൃത്തനൃത്യങ്ങളും ഉണ്ടായിരുന്നു. രാവിലെ ബ്രാഹ്മണ സമാരാധന, പ്രസാദകൂട്ട് എന്നിവയുമുണ്ടായിരുന്നു. ഈ മാസം 21-ന് ഉത്സവാഘോഷം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ ഇപ്പോഴത്തെ വിവാദങ്ങൾ ഭരണവീഴ്ചകൾ മറച്ചുവെക്കാൻ സർക്കാരും CPM-ഉം ഉണ്ടാക്കുന്നതാണെന്ന് VK ശ്രീകണ്ഠൻ MP. ജീവനക്കാരും പെൻഷൻകാരും ആശങ്കപ്പെടുന്ന കാലഘട്ടം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലെന്നും VK ശ്രീകണ്ഠൻ. പാലക്കാട്ട് KSSPA ജില്ലാ സമ്മേളനം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. സംസ്ഥാന വ്യാപകമായി ജനുവരി 27 മുതൽ റേഷൻ കടകൾ അടച്ചിടുമെന്നും സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി. മാരക മയക്കുമരുന്നുമായി 3 ഓങ്ങല്ലൂർ സ്വദേശികൾ തൃത്താല എക്സൈസിന്റെ പിടിയിൽ. 4.459 ഗ്രാം മെത്താഫെറ്റാമിനുമായി 3 പിടിയിലായത് ഞാങ്ങാട്ടിരി കക്കാരാത്തുപടി കമ്പനിപ്പടിയിൽ എക്സൈസിന്റെ വാഹന പരിശോധനയ്ക്കിടെ. കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്നും ആരാണ് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയതെന്നും അന്വേഷിച്ചു വരികയാണെന്ന് എക്സൈസ് അധികൃതർ. ഒറ്റപ്പാലത്തെ പെട്രോൾ പമ്പ് ആക്രമണം നടത്തി തൊഴിലാളികളെ പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയുമായി ഒറ്റപ്പാലം പോലീസ് തെളിവെടുപ്പ് നടത്തി. റഷ്യൻ പട്ടാളത്തിലേക്ക് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട പരാതിയിൽ കൊടകര പോലീസ് കേസെടുത്തു. NFSA ഗോഡൌൺ തൊഴിലാളികളുടെ ശമ്പളം അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന് ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ആവശ്യമുന്നയിച്ച് പാലക്കാട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ റീജിയണൽ ഓഫീസിലേക്ക് തൊഴിലാളികളുടെ പ്രതിഷേധ മാർച്ച്. അടിയന്തര നടപടിയുണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് യൂണിയൻ നേതാക്കൾ. പൂക്കാലത്തിന്റെ വസന്തമൊരുക്കി മലമ്പുഴയിലെ പുഷ്പമേളയ്ക്ക് ജനുവരി 16-ന് തുടക്കമാകും. പുഷ്പമേളയ്ക്കായി ഒരുക്കിയിരിക്കുന്നത് കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള ഹൈബ്രിഡ് ഉൾപ്പെടെ 1.5 ലക്ഷത്തോളം ഇനങ്ങൾ. മേള സമാപിക്കുക ജനുവരി 22-ന്. മായനൂർ പാലത്തിന് 14ാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ജനുവരി 22-ന് സ്നേഹസംഗമം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ കവിതയുടെ കാർണിവൽ 8ാം പതിപ്പിന് ജനുവരി 17-ന് തുടക്കമാകും. ഇത്തവണ കവിതയുടെ കാർണിവൽ സംഘടിപ്പിക്കുന്നത് 3 ദിവസങ്ങളിലായി. കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഇടം പിടിക്കാതെ പോയ സാംസ്കാരിക സ്വത്വങ്ങളെക്കുറിച്ച് ചർച്ചയ്ക്കും സംവാദത്തിനും വിധേയമാക്കുകയാണ് ഇത്തവണത്തെ കാർണിവലിൽ ലക്ഷ്യമിടുന്നതെന്ന് സംഘാടകർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.